ഹലോ എവ്രി വൺ, പുതിയൊരു ലീഡ് കോഡ് ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്പർ 704. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു അറേ തരും. ആ അറയിൽ അതിനൊരു ടാർഗറ്റ് എലമെന്റ് തരും. ആ ടാർഗറ്റ് എലമെന്റ് ആ അറയിൽ നിന്ന് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക, അതല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി സെർച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിനി എന്താണ് ബൈനറി സെർച്ച്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ നോക്കാം. ബൈനറി സെർച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൈനറി സെർച്ച് ലീനിയർ സെർച്ചും തമ്മിലുള്ള വ്യത്യാസം, ബൈനറി സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ കോഡ് ഇംപ്ലിമേഷൻ, ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ചെക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലീനിയർ സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഒരു ടാർഗറ്റ് എലമെന്റ് തരും. ആ എലമെന്റിനെ ഈ അറയിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയത്. അതിനുവേണ്ടി ലീനിയർ സെർച്ചിൽ എന്താണ് ചെയ്യുക വെച്ചാൽ, ഈ അറേന്റെ മുകളിൽ കൂടെ ട്രാവസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും എലമെന്റ് ഈ ടാർഗറ്റ് എലമെന്റ് ആയിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ അറേനെ ഇട്ടിട്ട് അതിലുമായിട്ട് മാച്ച് ആകുകയാണെങ്കിൽ, അതായത് ആ ടാർഗറ്റ് എലമെന്റ് ആയിട്ട് മാച്ച് ആകുകയാണെങ്കിൽ ആ എലമെന്റ് റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. സോ ഇവിടെ ബൈനറി സെർച്ച് എന്താണ് ലീനിയർ സെർച്ച് വരുവാനുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഒരു അറേ കിട്ടിക്കഴിഞ്ഞാൽ ആ അറേനെ ഒരു റേഞ്ച് ആയിട്ട് എടുക്കും. ആ റേഞ്ചിൻ്റെ അതിൻ്റെ മിഡിലുള്ള വാല്യൂ കണ്ടെത്തും. ആ മിഡിലുള്ള വാല്യൂ ഈ ടാർഗറ്റ് എലമെന്റുമായിട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ മിഡിലെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ബൈനറി സെർച്ച് ചെയ്യുന്നത്. ലീനിയർ സെർച്ചിന്റെ മാതിരി കംപ്ലീറ്റ് ലൂപ്പ് റൺ ചെയ്യും, അറേനെ മുകളിൽ കൂടെ ട്രാവൽസ് ചെയ്യില്ല. അതിന് പകരം ഓരോരോ റേഞ്ച് ആക്കി പാർട്ട് ചെയ്ത് കാണാണ് വർക്ക് ചെയ്യുക. പിന്നെ ബൈനറി സെർച്ച് എന്ന് പറയുന്നത് സോർട്ടഡ് ആയിട്ടുള്ള അറേന്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതല്ല സോർട്ടഡ് അല്ലാത്ത അറയാണെങ്കിൽ ലീനിയർ സെർച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ച് മെത്തേഡോ ഉപയോഗിക്കേണ്ടി വരും. സോ ഇതാണ് ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ബൈനറി സെർച്ചിന്റെ എങ്ങനെയാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതിന്റെ തിയറി എന്താണുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ബൈനറി സെർച്ച് എന്ന് പറയുന്ന നേരം ആദ്യം ഒരു റേഞ്ച് എടുക്കും. അതായത് ഈ ഒരു റേഞ്ച് എടുക്കും. ഈ ഒരു റേഞ്ച് എടുത്തതിനു ശേഷം ഇതിലുള്ള മിഡിലെ എലമെന്റ് ഏതാണെന്ന് കണ്ടെത്തും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മിഡിൽ എലമെന്റ് ഇതാണ്. ഈ മിഡിൽ എലമെന്റും ഈ ടാർഗറ്റ് എലമെന്റും ആയിട്ട് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇൻഡെക്സിനെ റിട്ടേൺ ചെയ്യും. ഇനി അതല്ല, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ ഈ എൻറ്റയർ അറേനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു റേഞ്ച് ആയിട്ട് എടുക്കില്ല. അതിന് പകരം ഈ ഒരു മിഡിലത്തെ ഇപ്പോഴുള്ള എലമെന്റിനനുസരിച്ച് നമ്മൾ അറേനെ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 4 നമുക്കിവിടെ ടാർഗറ്റ് എലമെന്റ് വന്നത്. അപ്പോൾ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ അറേ ആയിരിക്കും, നമ്മുടെ മൊത്തമായിട്ടുള്ള ഈ അറേ ആയിരിക്കും. എന്നിട്ട് ഇതിൽ ഈ വാല്യൂ തമ്മിൽ ഈക്വൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ മിഡിൽ ഇപ്പം ഉള്ള എലമെന്റിന്റെ മുകളിലാണോ അതല്ലെങ്കിൽ താഴത്താണോ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് എലമെന്റ് നോക്കും. അപ്പോൾ ഈ അറേ സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ മിഡിന്റെ മുകളിലാണ് ഇപ്പൊ വരുന്ന ആ ടാർഗറ്റ് എലമെന്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഈ ഒരു പാർട്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു 2 എലമെന്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഈ ടാർഗറ്റ് എലമെന്റ്. സോ അങ്ങനെ ഇനി ഈ എൻ്റെ റേഞ്ചിന് പകരം ഈ ഒരു റേഞ്ച് ഷിഫ്റ്റ് നടത്തും. എന്നിട്ട് ഇതിന്റെ ഒരു മിഡ് വാല്യൂ കണ്ടെത്തും. ആ മിഡ് വാല്യൂ ഇതിന് ഈക്വൽ ആണ് നോക്കൂ. സോ അങ്ങനെ റേഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്തിട്ട് അവസാനം ഈ മിഡ് വാല്യൂ കണ്ടെത്തും. മിഡ് വാല്യൂ ഇല്ലെങ്കിൽ ലൂപ്പ് അവസാനിക്കുന്ന നേരം എന്ത് ചെയ്യും, -1 റിട്ടേൺ ചെയ്യും. അതാണ് ബൈനറി സെർച്ചിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. സോ ആദ്യം എന്ത് ചെയ്യും, ഈ റേഞ്ച് എടുക്കാൻ വേണ്ടി ഫസ്റ്റിലത്തെ ഇൻഡെക്സ് ലാസ്റ്റിലത്തെ ഇൻഡെക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കൊരു വേരിയബിളിലേക്ക് അതിനെ സ്റ്റോർ ചെയ്യാം. അതായത് ലോ എന്ന വേരിയബിളിലേക്ക് 0, അതായത് ഫസ്റ്റ് എലമെന്റ്. ദെൻ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ അറേന്റെ ലെങ്ത് എത്രയാണോ അത് -1 ആയിരിക്കും ഈ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് മറ്റൊരു വേരിയബിളിൽ അസൈൻ ചെയ്യാം. ഹൈ അസൈൻ AR ഡോട്ട് ലെങ്ത് -1. അതായത് ഈ റേഞ്ച് എടുത്ത് ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെക്ക് ചെയ്യാനുള്ളത്, ഇതിന്റെ മിഡിൽ വാല്യൂ എടുത്തിട്ട് ആ മിഡിൽ വാല്യൂ ടാർഗറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി. അതിന്റെ മുന്നേ നമുക്കൊരു കണ്ടീഷൻ എഴുതണം. ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ലോ >= ഹൈ. ഈ കണ്ടീഷൻ എന്താണ് ഇവിടെ നമ്മൾ എഴുതുന്നത് വെച്ചാൽ, ഈ ലൂപ്പ് മുഴുവൻ, അതായത് ഈ ലൂപ്പ് മുഴുവൻ ഇറ്ററേറ്റ് ചെയ്യുന്ന നേരം നമുക്ക് ആ വാല്യൂ ഉണ്ടോ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് ചെക്ക് ചെയ്യാനായിട്ട് അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വാലിഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ലോ ഹൈനേക്കാളും താഴത്തായിരിക്കും. അത് വാലിഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഞ്ച് ഇനി ആ അറേന്റെ മുകളിൽ അങ്ങനെ ഒരു റേഞ്ച് ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ടാർഗറ്റ് എലമെന്റ് അതിൽ ഇല്ല എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ -1 റിട്ടേൺ ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ റിട്ടേൺ -1 ചെയ്താൽ
സോ ഈ വാലിഡ് ആയിട്ടുള്ള റേഞ്ച് നമുക്ക് അവൈലബിൾ അല്ല ഇനി സെർച്ച് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ -1 റിട്ടേൺ ചെയ്യാം. സോ അല്ലാത്ത കേസിൽ ഈ ഒരു അറേൻ്റെ ഉള്ളിൽ അല്ല ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് മിഡിലത്തെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മിഡിലത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ലാസ്റ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ 2 അതായിരിക്കും നമ്മുടെ മിഡ് എലമെന്റ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി മിഡിന് ഒരു വേരിയബിൾ അസൈൻ ചെയ്യാം. മിഡ് അസൈൻ ഇവിടെ ഞാൻ math.floor എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും, പോയിന്റിലുള്ള വാല്യൂ വരും. അപ്പോൾ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തുള്ള വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ലോ പ്ലസ് ഹൈ. സോ ഇതാണ് മിഡ് കണ്ടുപിടിക്കുക. അതായത് ഇതിന്റെ ഫസ്റ്റത്തെ ലാസ്റ്റ് എലമെന്റ് കൂട്ടി അതിനെ ഡിവൈഡ് ബൈ 2 അതായത് ഇതിന്റെ മിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് കണ്ടീഷനിൽ ഇപ്പോഴുള്ള അറേയിലത്തെ മിഡ് എലമെന്റ് അതായത് ഈക്വൽ ടു അത് തന്നിരിക്കുന്ന ടാർഗറ്റ്, അതായത് മിഡ് എലമെന്റ് ടാർഗറ്റ് ഈക്വൽ ആണോ നോക്കുന്നത്. ടാർഗറ്റ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ മിഡ് ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ മിഡ് എലമെന്റ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴുള്ള ടാർഗറ്റ് എലമെന്റ് എവിടെയാണ്, ഏത് റേഞ്ചിലാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോഴുള്ള മിഡിന്റെ മുകളിലുള്ള റേഞ്ചിലാണോ മിഡിന്റെ താഴത്തുള്ള റേഞ്ചിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത കണ്ടീഷൻ. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോഴുള്ള മിഡ് എലമെന്റ് അറേ മിഡ് ലെസ് ദാൻ ടാർഗറ്റ്, അതായത് ടാർഗറ്റ് മിഡ് എലമെന്റിന്റെ മുകളിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് മുകളിലാണ് വാല്യൂ വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് 4 ആണ് വരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ മിഡ് എന്താ കിട്ടുക? 0 + 4 4/2, അതായത് 0 1 2 3 4. അപ്പോൾ 2 എന്നുള്ളതാണ് നമ്മുടെ മിഡ് എലമെന്റ് ആയിട്ട് വരിക. അതായത് 3 ആണ് ഇവിടെ മിഡ് എലമെന്റ്. അപ്പോൾ മിഡ് എലമെന്റ് ഈക്വൽ അല്ല. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നോക്കുന്നത് ഈ മിഡ് എലമെന്റിന്റെ മുകളിലാണ് ടാർഗറ്റ് വരുന്നത്, ആ റേഞ്ച് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ടാർഗറ്റ് വരുന്നത്? മിഡ് എലമെന്റിന്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ലോനെ നമുക്ക് എന്ത് ചെയ്യണം? ഹൈയിൽ മാറ്റം വരുത്തേണ്ട ഈ ലോനെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഇനി ഈ ഒരു റേഞ്ചിൽ മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ലോ അസൈൻ മിഡ് +1. ഓക്കെ, അതായത് ഇപ്പോഴുള്ള മിഡ് അറിയുന്നത് 2 ആണ്. 2 + 1 3യിലേക്കാണ് ഇനി അടുത്ത ലോ വരേണ്ടത്. ഇനി ഈ ഒരു റേഞ്ച് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇനി അഥവാ ഈ ഇവിടെയുള്ള ടാർഗറ്റ് എലമെന്റ് താഴത്താണ് ടാർഗറ്റ് എലമെന്റ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള ഹൈയിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഹൈയിനെ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു റേഞ്ച് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഹൈയിനെ ഇങ്ങോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൽസ് കേസിൽ എന്ത് ചെയ്യാം? ഹൈ അസൈൻ മിഡ് -1. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മളെ ലോജിക്ക് കറക്റ്റായി. ഇനി അവൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ലൂപ്പിൽ ഒന്ന് റൺ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. ലോ പ്ലസ് ഹൈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന മിഡ് എലമെന്റ് ഇവിടെ 2 ആയിട്ട് അസൈൻ ചെയ്തു. സോ അതിനുശേഷം മിഡ് ഈക്വൽ ടു ടാർഗറ്റ്, ഇപ്പോഴുള്ള മിഡും ടാർഗറ്റ് ഈക്വൽ ആണോ അല്ല. അപ്പോൾ ഇനി ഇത് അടുത്ത കണ്ടീഷനിൽ വന്നിട്ട് ഇപ്പോഴുള്ള മിഡ് എലമെന്റിന്റെ മുകളിലാണോ താഴത്താണോ ടാർഗറ്റ് എലമെന്റ് എന്നുള്ളത് ആ റേഞ്ച് ഷിഫ്റ്റിന് വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന അറിയാം ടാർഗറ്റ് എലമെന്റ് 4 ആണ്, മിഡിലത്തെ എലമെന്റ് 3 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവും. അതിനനുസരിച്ച് ഇവിടെ ലോ എന്ത് ചെയ്യും? നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ലോന്റെ വാല്യൂ എന്താകും? മിഡ് +1, അതായത് 2 + 1 3 ആവും. ലോന്റെ വാല്യൂ 3 ആയി. ഹൈ 4 ആയി. സോ ഹൈയിൽ വേറെ ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും ലൂപ്പ് റൺ ചെയ്യും. ഹൈയിനേക്കാൾ ചെറുതോ ഈക്വലോ ആണോ ലോ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. അതായത് ഇപ്പോൾ 4ഉം 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. എന്നിട്ട് വീണ്ടും അത് നോക്കും. അതായത് ലോ പ്ലസ് ഹൈ എന്ന് പറഞ്ഞാൽ 3 + 4 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നേരം 3.5 കിട്ടും. ഇവിടെ math.floor ഉപയോഗിച്ചത് കൊണ്ട് അത് 3യിലേക്ക് റൗണ്ട് ചെയ്യപ്പെടും. സോ അപ്പോൾ എന്ത് ചെയ്യും? മിഡ് എലമെന്റ് 2 എന്ന് മാറിയിട്ട് 3 ആവും. ഇനി ഇപ്പോഴുള്ള മിഡ് എലമെന്റ് അതായത് 3യിലുള്ള വാല്യൂ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 3യിലുള്ള വാല്യൂ ടാർഗറ്റും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണ്. അതായത് ടാർഗറ്റ് 4 ആണ്, 3യിൽ വരുന്നത് 4 ആണ്. സോ എന്നാൽ എന്ത് ചെയ്യും? ഈ മിഡ് എലമെന്റ് റിട്ടേൺ ചെയ്യും. അതായത് 3 എന്ന് പറയുന്നത് ഇവിടെ റിട്ടേൺ ചെയ്യും. സോ അങ്ങനെയാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ?
അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള എല്ലാ ഫീഡ്ബാക്കുകളും നിങ്ങൾ വീഡിയോയിൽ കൂടെ അറിയിക്കുക. സോ ഇനി നമുക്ക് ഇത് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ബൈനറി സെർച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് കോഡ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഒരു വേരിയബിളിൽ ലെറ്റ് ലോ അസൈൻ 0 എന്നിട്ട് ഹൈ അസൈൻ നംസ് ഡോട്ട് ലെങ്ത്, പിന്നെ ഒരു വൈൽ ലൂപ്പ് കണ്ടീഷൻ ലോ ലെസ് ദാൻ ഈക്വൽ ടു ഹൈ. എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ ചെയ്ത ഇഫ് nums mid equal to target return mid index റിട്ടേൺ ചെയ്യാം. അതിനുശേഷം അടുത്ത കണ്ടീഷൻ അതല്ലെങ്കിൽ ഇഫ് nums വൈൽ ലൂപ്പിനുള്ളിൽ ആദ്യം നമുക്ക് മിഡ് എലമെൻറ്റ് കണ്ടുപിടിക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. സോറി. അപ്പോൾ ലെറ്റ് മിഡ് അസൈൻ മാത്ത് ഡോട്ട് ഫ്ലോർ ഡിവൈഡഡ് ബൈ 2. മിഡ് എലമെൻറ്റ് കിട്ടി. ഇനി ഈ മിഡ് എലമെൻറ്റ് റേഞ്ച് ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോഴുള്ള മിഡ് എലമെൻറ്റ് ടാർഗറ്റ് വാല്യൂ മിഡിലുള്ള വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോത്തെ ഇൻഡെക്സിനെ ഷിഫ്റ്റ് ചെയ്യാം. ലോ മൈനസ് മിഡ് പ്ലസ് 1. എൽസ് കണ്ടീഷനിൽ ഹൈ അസൈൻ മിഡ് മൈനസ് 1. ലൂപ്പ് റൺ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ റിട്ടേൺ -1. റൺ ചെയ്ത് നോക്കാം. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിഷൻ ഓക്കെ. ബൈനറി സെർച്ച് കോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ലോജിക്കും കാര്യങ്ങളും. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു.